എങ്ങനെയാണ് ടീമിനെ മാനേജ് ചെയ്യുന്നത്? എനിക്ക് എംപ്ലോയി ടീംസ് ഉണ്ട്, ഓർഗനൈസിംഗ് ടീംസ് ഉണ്ട്, ബിസിനസ് പീപ്പിളിന്റെ ടീംസ് ഉണ്ട്. ടീമിനെ നമ്മളെപ്പോഴും മാനേജ് ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാം ഗോള് കണക്ട് ചെയ്യുക, ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ ഗോളിനെ കൊണ്ടുപോകാനായിട്ട് എല്ലാവരെയും ആ രീതിയിലാക്കുക. രണ്ടാമതായിട്ട് ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആർക്ക് വേണമെങ്കിൽ സജഷൻസ് പറയാം. വൺസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് നമ്മൾ അതിനെക്കുറിച്ച് കുറ്റം ഒരിക്കലും നല്ലതുണ്ടെങ്കിൽ മാത്രം പറയണം, കുറ്റം നമ്മൾ പറയാനായിട്ട് പാടില്ല. നമ്മുടെ ടീമിൽ എപ്പോഴും വെറൈറ്റി ഉണ്ടാവും, പല കമ്മ്യൂണിറ്റി കാണും, പല വിശ്വാസം കാണും, ചില കുറവുകളും ചില കഴിവുകളും കൂടുതലും ഒക്കെ ഉള്ളവർ കാണും. പക്ഷെ അവരിലെല്ലാം ഓരോ വ്യക്തിക്കും നമ്മളെ ഒരു വിധത്തിലല്ല വേറൊരു വിധത്തിൽ സഹായിക്കാൻ കഴിയും. ഓരോ വ്യക്തിക്ക് നമ്മൾ മൂല്യം കൊടുക്കുക. പിന്നെ അവർ തമ്മിൽ എപ്പോഴും ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള റൂള്, നല്ല ടീം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല റൂളുള്ളതായിരിക്കും. ടീമിനകത്ത് എപ്പോഴും ആദ്യം ഫോമിങ്, രണ്ടാമത് സ്റ്റോമിങ്, തങ്ങളിൽ അടിയുണ്ടാവും. അത് കഴിഞ്ഞ് നോമിങ്, അത് കഴിഞ്ഞ് അവർ തന്നെ ഇടയ്ക്ക് തന്നെ ഒരു നിയമമുണ്ട്. അത് കഴിഞ്ഞ് ഫൈനലി ഇതേ അക്കംപ്ലിഷ്. അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയാൻ നേരത്തെ. അപ്പോൾ നമ്മളതവിടെ സ്വല്പം ഉണ്ടാക്കിയതിന് ശേഷം അവർ തന്നെ വാല്യൂ വരുത്തിക്കോളും. പക്ഷേ നമ്മൾ വിഷൻ കൊടുത്ത് റൂളുകൾ കൊടുത്തുകൊണ്ട്